സകല കലകളുടെയും അധിപതിയായ ദേവി കുടികൊള്ളുന്ന പുണ്യപുരാതന ക്ഷേത്ര സങ്കേതമാണ് മുഴക്കുന്ന് ശ്രീ മൃദംഗശൈലേശ്വരി ക്ഷേത്രം. പരശുരാമൻ പ്രതിഷ്ഠിച്ച ദുർഗാലയങ്ങളിൽ ഒന്ന്. 4 കൈകളുള്ള ദുർഗാ ഭഗവതിയാണ് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ആദിപരാശക്തിയായ ദുർഗാ ഭഗവതിയാണ് ഇവിടെ കുടികൊള്ളുന്നത്. മഹിഷാസുരമർദ്ദിനിയായ ദുർഗ, ശ്രീ പോർക്കലിയായ ഭദ്രകാളി, സംഗീതരൂപിണിയായ സരസ്വതി, മഹാലക്ഷ്മി തുടങ്ങി വിവിധ ഭാവങ്ങളിൽ ഇവിടെ ദേവിയെ ആരാധിക്കുന്നു. കോട്ടയം രാജവംശത്തിൻ്റെ കുലപരദേവതയാണ് ശ്രീ പോർക്കലി ഭഗവതി. കോട്ടയം രാജാക്കന്മാർ എവിടെ യുദ്ധത്തിന് പോകുമ്പോഴും ഇവിടെയുള്ള ഗുഹാക്ഷേത്രത്തിൽ പോർക്കലി ഭഗവതിക്ക് ഗുരുതി തർപ്പണം നടത്തിയിട്ടേ പോകാറുള്ളൂ. പഴശ്ശിരാജാവ് അവസാനമായി യുദ്ധത്തിന് പോകുമ്പോൾ പോർക്കലി ഭഗവതിക്ക് ഗുരുതി തർപ്പണം നടത്തിയിട്ടാണ് പോയതെന്ന് രേഖകളിലുണ്ട്. ഈ ഗുഹാക്ഷേത്രത്തിൻ്റെ അവശിഷ്ടം ഇന്നും മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കാണാം. പോർക്കലി ഭഗവതിയുടെ ആരൂഢ സ്ഥാനം പുനർനിർമ്മിച്ചിട്ടുണ്ട്. പരമ്പരാഗത തനിമയോടെയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. പാർത്ഥസാരഥി ഭാവത്തിലുള്ള ശ്രീകൃഷ്ണനും കിരാതമൂർത്തിയായ ശ്രീ മഹേശ്വരനും ഇവിടെ പ്രത്യേകം സ്ഥാനമുണ്ട്. മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഇവിടെയുള്ള നാഗസ്ഥാനമാണ്. 2 ചിത്രകൂട പ്രതിഷ്ഠയുള്ള നാഗസ്ഥാനം അപൂർവമാണ്. മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലെ നാഗസ്ഥാനത്ത് 2 ചിത്രകൂട പ്രതിഷ്ഠയുണ്ട്. ഗുഹാക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിലാണ് കോട്ടയം രാജാക്കന്മാരുടെ ആയുധ പരിശീലന കളരിയായ പിണ്ടാരിക്കളരി. മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിന് 2000-ഓളം വർഷത്തെ പഴക്കമുണ്ടെന്നാണ് വിശ്വാസം. സ്വർഗലോകത്ത് നിന്ന് സംഗീതരൂപിണിയായ ദുർഗാ ഭഗവതി മിഴാവിൻ്റെ രൂപത്തിൽ വീണ സ്ഥലമാണ് മിഴാവ് കുന്നെന്നും അത് ലോപിച്ചാണ് മുഴക്കുന്നായത് എന്നാണ് പഴമൊഴി. കുന്നിൻ മുകളിൽ മിഴാവിൽ അഥവാ മൃദംഗത്തിൽ കുടികൊള്ളുന്ന ദേവി ആയതിനാലാണ് മൃദംഗശൈലേശ്വരി എന്ന നാമധേയം ദേവിക്ക് വന്നതെന്ന് ഐതിഹ്യമുണ്ട്. മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൻ്റെ ചരിത്രവും പശ്ചാത്തലവും പറഞ്ഞാൽ തീരില്ല. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ പോലും മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തെക്കുറിച്ചുള്ള ധാരാളം പരാമർശങ്ങളുണ്ട്. കൊട്ടാരക്കര തമ്പുരാൻ രചിച്ച രാമനാട്ടക്കഥ പരിഷ്കരിച്ച് ആട്ടക്കഥ രചിച്ചത് കോട്ടയം തമ്പുരാനാണ്. എന്നാൽ കോട്ടയം തമ്പുരാന് കഥകളിയിലെ ശ്രീവേഷം സങ്കല്പിക്കാൻ ഏറെ പാടുപെടേണ്ടി വന്നു. മൃദംഗശൈലേശ്വരി ക്ഷേത്രക്കുളത്തിന് മുന്നിൽ ധ്യാനമിരുന്ന കോട്ടയം തമ്പുരാന് കുളത്തിൻ്റെ നടുവിൽ സാക്ഷാൽ ദുർഗാ ഭഗവതി ശ്രീവേഷം കാണിച്ചു കൊടുത്തു എന്നാണ് ഐതിഹ്യം. ആ രൂപത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കോട്ടയം തമ്പുരാൻ സൃഷ്ടിച്ച ശ്രീവേഷമാണ് ഇന്നും കഥകളിയിൽ വേഷമിടുന്നത്. കഥകളിയിൽ ഇന്നും ആലപിക്കുന്നത് കോട്ടയം തമ്പുരാൻ രചിച്ച വന്ദന ശ്ലോകവുമാണ്. സാക്ഷാൽ ദുർഗാ പരമേശ്വരി പ്രത്യക്ഷപ്പെട്ട കുളമായതിനാൽ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലെ കുളം ഗംഗാ സമാനമാണ്. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ക്ഷേത്രക്കുളം നാശോന്മുഖമായി. ടിപ്പു സുൽത്താൻ്റെയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും ആക്രമണത്തിൽ മൃദംഗശൈലേശ്വരി ക്ഷേത്ര സങ്കേതം ജീർണാവസ്ഥയിലായി. ഒരു കാലത്ത് ഒരു രാജ്യത്തിൻ്റെ പ്രൗഢിയുടെ പ്രതീകമായ ക്ഷേത്രത്തിൽ നിത്യപൂജകൾ തന്നെ ഇല്ലാതായി. 1907 മദ്രാസ് സർക്കാർ ഏറ്റെടുത്ത ഈ ക്ഷേത്രം ഹിന്ദുമത ധർമ്മസ്ഥാപന വകുപ്പിൻ്റെ കീഴിലായി. 2008 മലബാർ ദേവസ്വം ബോർഡ് നിലവിൽ വന്നപ്പോൾ ബോർഡിൻ്റെ നിയന്ത്രണത്തിലുമായി. എന്നാൽ ക്ഷേത്രത്തിനെ ഇവരാരും ശ്രദ്ധിച്ചില്ല. നിത്യപൂജ തന്നെ ഇല്ലാതായി. നാട്ടുകാർ കമ്മിറ്റി രൂപീകരിച്ചു. ക്ഷേത്രത്തിൽ ലക്ഷദ്വീപ സമർപ്പണ ചടങ്ങ് നടത്താൻ തീരുമാനിച്ചു. ലക്ഷദ്വീപ സമർപ്പണത്തിൻ്റെ ഭാഗമായി ദീപം കത്തിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ മുഴക്കുന്നിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത മഴയും കൊടുങ്കാറ്റും ഇടിമുഴക്കവുമുണ്ടായി. ദീപങ്ങളൊക്കെ കെട്ടു. ഏകദേശം 70 ടിന്നോളം എണ്ണ ഒഴുകിപ്പോയി. ചടങ്ങ് പൂർത്തിയാക്കാനായില്ല. ദുർനിമിത്തങ്ങൾ കൊണ്ട് ഒരു നാട് മുഴുവൻ ദുഃഖസാന്ദ്രമായി.
ജ്യോതിഷ ചിന്ത നടത്തി ദൈവഹിതം അറിയാൻ തീരുമാനിച്ചു. പ്രശസ്ത ജ്യോതിഷ പണ്ഡിതനായ ഇരിങ്ങാലക്കുട പത്മനാഭ ശർമ്മയുടെ നേതൃത്വത്തിൽ സ്വർണപ്രശ്ന ചിന്ത നടന്നു. ദൈവജ്ഞൻ പ്രവചിച്ചു, ഈ ക്ഷേത്രം ഒരു മഹാക്ഷേത്രമായിരുന്നു, ആ പ്രൗഢിയിൽ തന്നെ സമീപ ഭാവിയിൽ എത്തിച്ചേരുമെന്ന്. ദേവീ സാന്നിധ്യം കുടികൊള്ളുന്ന ക്ഷേത്രക്കുളം വൃത്തിയാക്കിയാൽ എല്ലാം വഴിയെ വന്നുകൊള്ളുമെന്ന് ദൈവഹിതം പ്രശ്നചിന്തയിൽ തെളിഞ്ഞു. സമീപ ദിവസം തന്നെ സർക്കാരിൻ്റെ സഹസ്ര സരോവരം പദ്ധതിയിൽ കുളം നവീകരണത്തിൻ്റെ അനുമതിയായി. 73 ലക്ഷം രൂപയോളം ചെലവഴിച്ച് സർക്കാർ സഹായത്തോടെ കുളം നവീകരിച്ചു. കുളം നിറഞ്ഞു കവിഞ്ഞ അവസരത്തിലാണ് മുൻ DGP അലക്സാണ്ടർ ജേക്കബ് സഫാരി TV-യിലെ ചരിത്രം എന്ന പരിപാടിയിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട തൻ്റെ അനുഭവം വെളിപ്പെടുത്തുന്നത്. അത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. അതൊരു നാഴികക്കല്ലായി മാറി. ദൈവഹിതത്തെ തടയാൻ ആർക്കും ആവില്ലല്ലോ. ദേവി ഉണർന്നു, മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം ഉയർന്നു. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഒരു പ്രധാനപ്പെട്ട ദേവീക്ഷേത്രമാണ് ശ്രീ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ ഇപ്പം അനുദിനം വളർന്നു വരുന്ന ഒരു ക്ഷേത്രവും കൂടിയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ മുൻകാലങ്ങളിൽ ശരിക്കും വരുമാനം കുറഞ്ഞൊരു ക്ഷേത്രമായിരുന്നു. ഇപ്പം ശ്രീ അലക്സാണ്ടർ ജേക്കബ് സാറിൻ്റെ ഒരു ചാനൽ അഭിമുഖത്തിലൂടെ തന്നെ ക്ഷേത്രം പ്രശസ്തി ആർജിക്കുകയും അനുദിനം ഇപ്പം ഭക്തജനങ്ങൾ കൂടിക്കൂടി വരുന്ന ഒരു മഹാക്ഷേത്രമായിട്ട് വളരുകയും ചെയ്യുന്നുണ്ട്. ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളും മറ്റും ഏർപ്പെടുത്തുന്നതോടെ തന്നെ നമ്മൾ ക്ഷേത്രത്തിന് വേണ്ട ശ്രീകോവിലടക്കമുള്ള ശ്രീകോവിൽ, അതുപോലെ ചുറ്റമ്പലം അടക്കമുള്ള നവീകരണ പ്രവർത്തനങ്ങൾ കഴിച്ച് ദേവിയുടെ പ്രധാന പ്രതിഷ്ഠയും കലശവും നടത്തുകയും അതിനുശേഷം ഇപ്പം നമ്മൾ അടുത്ത പടിയായിട്ട് നമ്മൾക്ക് കൊടിമരം, അതുപോലെയുള്ള നമ്മളെ ശ്രീപോർക്കലി ദേവീൻ്റെ പ്രതിഷ്ഠകൾ അതും കൂടി നടത്തി. ഈ കൊടിമരം നമുക്ക് ഒരു ഭക്തൻ്റെ പൂർണ്ണമായിട്ടും സമർപ്പിച്ചത്. അതുപോലെ ശ്രീപോർക്കലിൻ്റെ ഏകദേശം 1.25 കോടി രൂപയോളം ചെലവഴിച്ച് ഒരു ഭക്തൻ നമുക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് വളരെയധികം സഹായം നൽകുന്നത് കേരള സർക്കാരിൽ നിന്ന് നമുക്ക് സഹായം കിട്ടുന്നുണ്ട്. തലശ്ശേരി പൈതൃകം ടൂറിസം പദ്ധതിയിൽപ്പെടുത്തി നമ്മുടെ ഓഫീസ് കം ടോയ്ലറ്റ്, കുറച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ അതിങ്ങനെ തന്നിട്ടുണ്ട്. പഴശ്ശി മ്യൂസിയത്തിന് വേണ്ടിയിട്ട് ഒരു ഫണ്ട് രണ്ടും കൂടി ഏകദേശം 7 ലക്ഷം രൂപയോളം നമ്മൾക്ക് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്ന് ആയിരങ്ങൾ മൃദംഗ ശൈലേശ്വരി സന്നിധിയിലെത്തി. ജീർണാവസ്ഥയിലായ ക്ഷേത്രം ഘട്ടം ഘട്ടമായി ഉയരാൻ തുടങ്ങി. ഇന്ന് ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു മഹാക്ഷേത്രമായി മുഴക്കുന്ന് ശ്രീ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം മാറി. ക്ഷേത്ര ശ്രീകോവിൽ പുതുക്കിപ്പണിതു. 3 കവർച്ചയെ അതിജീവിച്ച ദേവി വിഗ്രഹത്തിൻ്റെ കേടുപാടുകൾ പരിഹരിച്ചു. 4 അമ്പലം നിർമ്മിച്ചു. ചുറ്റമ്പലം പൂർത്തിയായി. ചുറ്റുപന്തലിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ദർശനം നടത്തി ഭക്ഷണവും കഴിച്ച് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കൊട്ടിയൂർ ഉത്സവത്തിൻ്റെ സമയത്ത് ഏകദേശം 4000 മുതൽ 6000 വരെ ആളുകൾ ഈ ക്ഷേത്രത്തിൽ വന്ന് ഭക്ഷണം കഴിച്ച് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിന് 2-3 വർഷത്തിനുള്ളിൽ തന്നെ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്ഷേത്രത്തിൽ നടപ്പന്തൽ നിർമ്മാണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു ക്ഷേത്രത്തിൻ്റെ 4 ഭാഗത്തും നടപ്പന്തൽ ഇപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ പഴശ്ശിരാജാവുമായി ബന്ധപ്പെട്ട് പടിഞ്ഞാറേ കോവിലകം ഇപ്പോൾ ഒരു ഭക്തൻ്റെ സഹായത്തോടു കൂടി പൂർണ്ണമായിട്ടും അയാളുടെ ചെലവിൽ നമുക്ക് പുനർനിർമ്മിച്ച് തന്നിരിക്കുകയാണ്. അവിടെ ശ്രീപോർക്കലിയുടെ പഴശ്ശിരാജയുടെ ആരാധനാമൂർത്തിയായ ശ്രീപോർക്കലിയുടെ പ്രതിഷ്ഠയും ദേവാരമൂർത്തികളെയെല്ലാം തന്നെ തന്ത്രിമാരുടെ നേതൃത്വത്തിൽ പ്രതിഷ്ഠിച്ച് അവിടെ ഇപ്പോൾ ഭക്തജനങ്ങൾക്ക് ഈ ദർശനം നടത്താനുള്ള സൗകര്യം ക്ഷേത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രദക്ഷിണ വഴി കരിങ്കല്ല് പാകി. വനശാസ്താവിന് സ്ഥാനം നൽകി. നാഗപ്രതിഷ്ഠ നടത്തി. കിരാതമൂർത്തിക്കും പാർത്ഥസാരഥിക്കും പ്രത്യേക സ്ഥാനം കണ്ടെത്തി പ്രതിഷ്ഠ നടത്തി. ക്ഷേത്രത്തിൽ പുതിയ ബലിബിംബം നിർമ്മിച്ചു.
പോർക്കലി ഭഗവതി ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കി. ഒറ്റക്കൽ തൂണിൽ തീർത്ത സരസ്വതി മണ്ഡപം പൂർത്തിയായി. മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ വന്ന മാറ്റങ്ങൾ കാണേണ്ടതു തന്നെ. 7 വർഷങ്ങൾ കൊണ്ടുണ്ടായ മാറ്റങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തും. ശ്രീ പോർക്കലി ദാസനായ വീരപഴശ്ശിയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണ് കൂടിയാണ് മുഴക്കുന്ന്. മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രം ഇന്നീ കാണുന്ന പ്രൗഢിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് വീരപഴശ്ശി രാജാവിനുള്ള സമർപ്പണമായിട്ടാണ് ഭക്തമനസ്സുകൾ കരുതുന്നത്. ക്യാമറാമാൻ ആകാശ് ദാസിനോടൊപ്പം ശിവദാസൻ കരിപ്പാൽ, കണ്ണൂർ മീഡിയ. ശരി പറയും, എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്സും ഇന്റീരിയർ വർക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ നിന്ന് എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയെന്നാണെങ്കിൽ മോഡുലർ കിച്ചണും ഇന്റീരിയർ വർക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ.